എൻ്റെ അമ്മ, നിന്റെ അച്ഛൻ കാരണം വൈദവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നവർ. ഒരു ചങ്ങലയിൽ ബന്ധിച്ചു വീടിൻ്റെ മൂലയിലേക്ക് കുടുംബക്കാരവരെ തള്ളുമ്പോൾ 14 വയസ്സുള്ള എൻ്റെ പെങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയവുമില്ലാതെ നിന്ന 17 വയസ്സുകാരൻ. ഇതൊക്കെ നിനക്ക് സങ്കല്പിക്കാൻ കഴിയുമോ മാളു? കരഞ്ഞുകൊണ്ട് ഒരാശ്രയത്തിന് എൻ്റെ തോളിലേക്ക് ചായുമ്പോൾ എനിക്ക് തടുക്കാനായില്ല. ഇത്രയും നേരം ഞാൻ കണ്ട വരുണായിരുന്നില്ല അത്. പെട്ടെന്ന് തന്നെ എന്തോർത്തുന്ന പോലെ വരുണേട്ടൻ എൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി. എന്താണിവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ തരിച്ചു നിൽക്കുവാണ് ഞാൻ. എൻ്റെ അച്ഛൻ എന്താ വരുണേട്ടനോട് ചെയ്തത്? ഒന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അതിലുരുകി ഉരുകി ഇത്രയും നാൾ ജീവിച്ചു. അല്ലെങ്കിൽ അഹങ്കാരത്തിനുള്ളിൽ പ്രതിഫലം കിട്ടി. ഇനി ഒരു വേലക്കാരിയെ പോലെയാണെങ്കിലും ഞാൻ ആ കാൽ കീഴിൽ കിടന്നോളാം. എന്തും ഏറ്റുവാങ്ങാൻ തയ്യാറായാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. ആ നെഞ്ചിലേക്ക് തലവെച്ച് ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന പാപക്കറ കരഞ്ഞു കളയുമ്പോൾ എൻ്റെ മനസ്സും ശാന്തമായി തുടങ്ങിയിരുന്നു. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ദൂരേക്ക് നോക്കി വേറെ ഏതോ ലോകത്താണ് ആ മെഴുകിൽ. വരുണേട്ടൻ എന്തോ പറയാൻ ഒരുങ്ങിയതും അപ്പുവേട്ടൻ അവിടേക്ക് വന്ന് പെട്ടെന്ന് തന്നെ എന്നെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. ഇതെന്താ ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ? രാത്രി ഏറെയാകുന്നു. അമ്മ തനിച്ചല്ലേ? കഴിഞ്ഞു, പോകുവാണ്. പെട്ടെന്ന് തന്നെ വരുണേട്ടൻ പഴയ വരുണായി. കാറിൻ്റെ അടുത്തേക്ക് അവർക്കൊപ്പം പോകുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പ്രതീതിയായിരുന്നു. എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാറെടുത്ത് പോകുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ആ അമ്മയോടും മക്കളോടും 100 ആവർത്തി മാപ്പ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. വീട്ടിൽ അച്ഛൻ്റെ മുറിയിൽ കയറി ലൈറ്റിടുമ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. കുത്തിപ്പൊക്കി അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതൽ പ്രശ്നമാകും. എന്താ മാളു അച്ഛൻ്റെ മുറിയിൽ? അമ്മ അകത്ത് വന്നു. ഒന്നുമില്ല, ചുമ്മാ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാ, ഞാൻ അലസമായി പറഞ്ഞു. നാളെ തന്നെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. കല്യാണത്തിന് അധികം ദിവസമല്ല മാളു. നീ പാത്തുവിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. നിന്റെ അളവ് അവൾക്ക് കാണാപ്പാടുവാണല്ലോ. ചിറ്റ തയ്ക്കാനുള്ളതൊക്കെ ഒരു കവറിലേക്ക് ആക്കി. പാത്തു, അവൾ വരുണേട്ടനെ കാണാൻ പോയി. എന്താ സംഭവിച്ചത്? നാളെ അവളോട് തന്നെ ചോദിക്കണം. ഞാൻ മുറിയിൽ വന്ന് കണ്ണാടിയിലേക്ക് നോക്കി. ചുണ്ടിൽ സിഗരറ്റിൻ്റെ മണം. അന്നാദ്യമായി ആ മണം ഞാൻ ആസ്വദിച്ചു. നിറഞ്ഞ ചിരിയോടെ കട്ടിലേക്ക് വീഴുമ്പോഴും വരുണേട്ടൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഉത്കണ്ഠ നിറഞ്ഞു നിന്നു. രാവിലെ തയ്ക്കാനുള്ള തുണിയായി പാത്തുവിൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോൾ എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം അവളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പാത്തു, നീ വരുണേട്ടനെ കണ്ടിരുന്നോ? എൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പതറി. കണ്ടിരുന്നു. എന്തിന്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വർഷങ്ങളോളം നീ മനസ്സിൽ അയാളെ ഓർത്ത് ജീവിച്ചില്ലേ? നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിനക്കായി നീ പ്രാർത്ഥിച്ചു കണ്ടിട്ടില്ല. വരുണേട്ടന് വേണ്ടി മാത്രമാണ് നീ ഓരോ ദിവസവും പ്രാർത്ഥിച്ചത്. അത് അയാൾ മനസ്സിലാക്കണമെന്ന് തോന്നി. രേവതി ചേച്ചിയുടെ അഡ്രസ്സ് കല്യാണക്കുറിയിൽ നിന്നും എടുത്ത് ഞാൻ ആ വീട്ടിൽ പോയി. നിന്നെ അയാൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നൊന്നും ഓർത്തല്ല ഞാൻ അവിടെ പോയത്. ഒരിക്കലെങ്കിലും അയാൾ നിന്നെ ഒന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പാത്തു ഓർത്തെടുത്തു. നിർമാല്യം എന്ന ബോർഡ് എഴുതിയ വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ പാത്തുവിൻ്റെ ഹൃദയമിടിപ്പ് ഉച്ചസ്ഥായിലെത്തിയിരുന്നു. കോളിംഗ് ബെൽ അമർത്തി അല്പം കഴിഞ്ഞപ്പോൾ 55 വയസ്സിനോട് അടുത്ത് പ്രായം വരുന്ന ഒരു സ്ത്രീ വാതിൽ തുറന്നു. വരുണിൻ്റെ അമ്മയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. വരുൺ മഹാദേവൻ? അവൾ ആ സ്ത്രീയുടെ തെളിച്ചമില്ലാത്ത കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ മോനാണ്. എന്താ കുട്ടി കാര്യം? എന്തെങ്കിലും സഹായത്തിനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആരെയും അവൻ സഹായിക്കില്ല. അങ്ങനെ ആരും വരുന്നതും അവന് ഇഷ്ടമല്ല. അവർ സ്വരം താഴ്ത്തി പറഞ്ഞു. കുട്ടി പൊക്കോളൂ. ആ മുഖത്ത് അത് പറയുമ്പോൾ അല്പം ഭയം നിഴലിച്ചുവോ? ഉമ്മ, ഞാൻ അതിനല്ല വന്നത്. വരുണേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന മാളവിക എൻ്റെ കൂട്ടുകാരിയാണ്. മാളുവിൻ്റെ പേര് കേട്ടതും അവരുടെ മുഖം തെളിഞ്ഞു. പക്ഷേ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവരുടെ മുഖം മങ്ങി. മോളുവാ, പുറത്തേക്കിരിക്കാം. അവർ അവളെ വിളിച്ചുകൊണ്ട് വലിയ ഗാർഡൻ്റെ അരികിലുള്ള ഊഞ്ഞാൽ കസേരയിലിരുന്നു. എൻ്റെ കുട്ടി, ആ കുഞ്ഞെന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? എൻ്റെ മോനായതുകൊണ്ട് പറയുവല്ല. അതിൻ്റെ കണ്ണുനീർ മാത്രമേ ഇവിടെ വീഴത്തുള്ളൂ. അത് രേവതിക്കു കൂടെ പഴിദോഷമാകും. അവളുടെ ജീവിതം കൂടെ നശിക്കും. മോള് കൂട്ടുകാരിയല്ലേ, അതിനെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. മോൾക്കറിയാമോ അവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ? ഇത്രയും പറഞ്ഞ ശേഷം അവർ പാത്തുവിനെ സംശയത്തോടെ നോക്കി. അറിയാവുമ്മ, എനിക്കെല്ലാം അറിയാം. അതൊന്ന് വരുണേട്ടനോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വേണ്ട മോളെ, അവനതിന് നിന്നു തരില്ല. എൻ്റെ രേവതി പോലും ഒന്നും അറിയാൻ പാടില്ല എന്നാണ് അവൻ്റെ നിലപാട്. രേവതി ചേച്ചി? പാത്തു സംശയത്തോടെ അവരെ നോക്കി. അവൾക്കൊന്നും അറിയില്ല മോളെ, അവൾ കുഞ്ഞല്ലേ. ഒരു തരത്തിൽ പറഞ്ഞ വരുൺ അവളെ ഒന്നും അറിയിച്ചിട്ടില്ല. അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ അവളൊരു തെറ്റ് ചെയ്തു. ഞാനും കൂട്ടുനിന്നു. ഒരിക്കലും വരുണേട്ടന് TC കൊടുക്കുമെന്നോ
ഒന്നും ഞങ്ങൾ അറിയില്ലായിരുന്നു. കൂടിപ്പോയ സസ്പെൻഷൻ. പക്ഷേ അതേ മോളെ, TC അത് കൊടുപ്പിച്ചത് മാളുവിൻ്റെ അച്ഛനാണ്. ഉമ്മ? അവളൊന്ന് ഞെട്ടി. എന്തിന്? അച്ഛൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? മാളവികയാണ് എൻ്റെ മോൻ്റെ ബാഗിൽ മദ്യം ഒളിപ്പിച്ചത് എന്ന് ശ്രീദീപത്തിലെ മാനേജർ അറിഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനെ വരുത്തി. മാളുവിന് TC കൊടുക്കാനായിരുന്നു മാനേജ്മെൻറ്റ് തീരുമാനം. വരുണിൻ്റെ നിരപരാധിത്വം മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ തെളിയിക്കാനുള്ള അവസരവും. പക്ഷേ മാളുവിൻ്റെ അച്ഛൻ അവിടെ പണം എറിഞ്ഞ് മകളെ അയാൾ രക്ഷിച്ചു. മാനേജ്മെൻറ്റ് എൻ്റെ മോന് നേരെ തിരിഞ്ഞു. ചെയ്യാത്ത കുറ്റം അവൻ്റെ തലയിലായി. TC വാങ്ങുമ്പോൾ ഒന്നുകൂടെ അവർ എഴുതി ചേർത്തു, തുടർ പഠനങ്ങൾക്ക് യോഗ്യനല്ലാത്ത കുട്ടി. ബാക്കി കൂടെ പറഞ്ഞു കൊടുക്കമ്മേ. എന്തിനാ അതുമാത്രമായിട്ട് കുറക്കുന്നേ? പുറകിൽ വരുണിൻ്റെ ശബ്ദം കേട്ടതും പാത്തു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അവൻ്റെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാതെ അവൾ അടിമുടി വിറച്ചു. നിനക്കെൻ്റെ ജീവിതം ബാക്കി അറിയണോടി? വരുണിൻ്റെ ശബ്ദമുയർന്നു. മോനെ കണ്ണ. ആ സ്ത്രീ അവനെ ദയനീയമായി നോക്കി. അമ്മ അകത്ത് പൊക്കോളൂ. ഇവൾക്കുള്ള മറുപടി അത് ഞാൻ കൊടുത്തോളാം. നിനക്കറിയണോ വരുണിന് എന്താ സംഭവിച്ചതെന്ന്? എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്ന് കുളിച്ചു വരേണ്ട സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാളവികയാണത് ചെയ്തതെന്നറിഞ്ഞ നിമിഷം അവളുടെ അച്ഛനെയും എൻ്റെ അച്ഛനെയും ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തി. മാനേജ്മെൻറ്റിൻ്റെ ആളും പണത്തിൻ്റെ ഹുങ്കുമെല്ലാം ചേർന്ന് അയാൾ തൻ്റേതായ ഇരിപ്പിടം അവിടെ ഉറപ്പിച്ചു. എൻ്റെ അച്ഛനോ മഴയിലും വെയിലിലും മഞ്ഞിലും കണ്ടവൻ്റെ പറമ്പിൽ പണിയെടുത്ത് നരച്ച ഷർട്ടുമിട്ട് പണച്ചാക്കുകളുടെ മുൻപിൽ ഒച്ചാനിച്ച് നിൽക്കുന്നത് നിനക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? മകൻ തെറ്റുകാരനല്ലെങ്കിൽ കൂടി അച്ഛൻ്റെ തല അവിടെ താണിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും കൂടി താഴ്ത്തി. എന്നെയും എൻ്റെ അച്ഛനെയും പുറത്തു നിർത്തി അവർ സംസാരം തുടർന്നു. വീണ്ടും അകത്തേക്ക് വിളിപ്പിക്കുമ്പോൾ മകൻ്റെ ഭാവി അത് അവരുടെ കരങ്ങളിൽ സുരക്ഷിതം ആയിരിക്കുമെന്ന് ആഗ്രഹിച്ചാണ് എൻ്റെ അച്ഛൻ അകത്തു കയറിയത്. പക്ഷേ മാളവികയുടെ അച്ഛൻ അവർക്ക് മുൻപിൽ നിരത്തിയ നോട്ടുകെട്ടുകൾക്ക് പകരം എനിക്ക് ലഭിച്ചത് TC വിത്ത് ബാഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ഇനിയൊരു ഭാവി പോലും എൻ്റെ മുൻപിൽ തുറക്കാത്ത രീതിയിൽ കൊട്ടിയടഞ്ഞിരുന്നു. അടച്ചു അയാൾ. എൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് എല്ലാവരുടെയും കാലിൽ വീണു. മകൻ്റെ ഭാവിക്ക് വേണ്ടി കരഞ്ഞു. മാളവികയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. മാളവികയുടെ അറിവോടെയാണ് ഇതെന്നറിഞ്ഞ ഞാനൊരു നിമിഷം തറഞ്ഞു നിന്നു. എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന അച്ഛൻ ഒരു മുഴം കയറിൽ എല്ലാ സങ്കടങ്ങളും തീർക്കുമ്പോൾ വരുൺ അവിടെയും തോറ്റു. എല്ലാം അറിഞ്ഞു മാനസിക നില തെറ്റി എൻ്റെ അമ്മ തെരുവിലേക്ക് ഇറങ്ങി ഓടുമ്പോൾ പുറകെ ഓടുന്ന എനിക്കൊരു ലക്ഷ്യമില്ലായിരുന്നു. അന്നു മുതൽ വാശിയായിരുന്നു, പകയായിരുന്നു. അവളെ, അവളുടെ കുടുംബത്തെ നടുതെരുവിൽ നിർത്തണമെന്നത്. 10 വർഷം ഞാൻ ചെയ്യാത്ത പണിയില്ല. കണ്ടവൻ്റെ കക്കൂസ് വരെ കഴുകിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്കൊരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും എൻ്റെ പെങ്ങളുടെ വിശപ്പ് മാറ്റാനും. ഇതെല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ അവളായിരുന്നു എൻ്റെ കൺമുൻപിൽ. ഞാൻ കരഞ്ഞതിൻ്റെ ഇരട്ടി അവൾ കരയണം. അവളുടെ അച്ഛനെ ഞാൻ ഒന്നുമില്ലാത്തവനാക്കി. അവൻ പല്ല് ഞെരിച്ചു. അവൾ കൂട്ടുനിന്നു എന്നറിഞ്ഞ നിമിഷം ഞാൻ, വരുണേട്ടന് തെറ്റി. പാത്തുവിൻ്റെ ശബ്ദമുയർന്നു. അവൾക്കിതൊന്നും അറിഞ്ഞൂടാ. പടച്ച തമ്പുരാനാണ് സത്യം. അവൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും. അവൾക്ക് വരുണേട്ടനെ ഇഷ്ടമായിരുന്നു, ജീവനായിരുന്നു. അത് കേട്ടതും വരുൺ ഞെട്ടി. അതേ വരുണേട്ട. അന്ന് പ്രയർ സമയം അവളുടെ അടുത്തേക്ക് വന്ന് ഏട്ടൻ മുട്ടിയത് ഓർമ്മയുണ്ടോ? നിങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലൊന്ന് ഉടക്കി. അന്ന് വരെ ശ്രീദീപത്തിലെ ഓരോ കുട്ടികളെയും അടക്കി ഭരിച്ച മാളവിക വരുണിനെ സ്വപ്നം കണ്ടു തുടങ്ങി. വരുണേട്ടനെ ഗുരുജി കൂടുതൽ സ്നേഹിക്കുന്നത് അവൾക്കുള്ളുകൊണ്ട് സന്തോഷമായിരുന്നെങ്കിലും സ്നേഹയെ പോലുള്ളവരുടെ മുൻപിൽ തോൽക്കാനുള്ള മനസ്സ് അവൾക്കില്ലായിരുന്നു. പണത്തിൻ്റെ ഹുങ്ക്, വരുൺ പുച്ഛിച്ചു. അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ അവൾ വരുണേട്ടനെ സ്നേഹിക്കില്ലായിരുന്നു. എന്നെ സ്നേഹിക്കില്ലായിരുന്നു. വരുണേട്ടനെ പോലെ തന്നെ ശ്രീദീപം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന ദരിദ്രരായ കുട്ടികളിൽ ഒരാളായിരുന്നു ഞാനും. അവൾക്കൊരു ഉടുപ്പെടുത്താൽ ഒരെണ്ണം അവൾ എനിക്കും എടുക്കും. എക്സിബിഷനിൽ വരുണേട്ടൻ്റെ ഗ്രൂപ്പിൽ അവളും ഞാനും ഉണ്ടെന്നറിഞ്ഞ് ആ പാവം നിലത്തൊന്നും അല്ലായിരുന്നു നിന്നത്. എക്സിബിഷൻ കഴിയുമ്പോൾ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കാനായിരുന്നു അവൾ. പക്ഷേ വരുണേട്ടൻ മനഃപൂർവ്വം അവളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയില്ലേ. സ്നേഹയെ ലിസ്റ്റിൽ അവസാന നിമിഷം ചേർത്തു. പിന്നെ സ്കൂൾ മുഴുവൻ നിങ്ങൾ രണ്ടും തമ്മിലുള്ള പ്രണയവാർത്ത നിറഞ്ഞു നിന്നു. അത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ പൊട്ടബുദ്ധിയിൽ തോന്നിയ മണ്ടത്തരമായിരുന്നു അന്നവിടെ നടന്നത്. അവളൊരു പൊട്ടിയാണ് വരുണേട്ട. എന്ത് എപ്പോൾ പറയണം പ്രവർത്തിക്കണം എന്നൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ കിളിപോയ സാധനം. അതിനപ്പുറം ഒരു കളങ്കവും അവളുടെ മനസ്സിലില്ല. അപ്പോൾ അവൾ അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് TC തന്നത്. വരുൺ പുരികമുയർത്തി നോക്കി. അല്ല, ഒരിക്കലുമല്ല. ഒരു സസ്പെൻഷൻ. അത് കഴിഞ്ഞ ഏട്ടൻ വരുമ്പോൾ അവളുടെ ഇഷ്ടം അറിയിക്കാനും കൂടെ കൂട്ടാനുമാണ് അവൾ ആഗ്രഹിച്ചത്. കുട്ടികൾ വന്ന് പറയുമ്പോഴാണ് TC നൽകിയ കാര്യം അവൾ അറിയുന്നത്.
അന്ന് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളുടെ ചിറ്റ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. റബ്ബറിനടിക്കാൻ വെച്ചിരുന്ന കീടനാശിനി അവൾ എടുത്തു കുടിച്ചു. 2 ദിവസം ക്രിട്ടിക്കലായിരുന്നു. അന്ന് മുതൽ നിങ്ങളെ ഓർക്കാത്തൊരു ദിവസവും അവൾക്കില്ല. വരുൺ തലയിൽ കൈവച്ച് അവിടേക്കിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ചാടി. ഇനി നിങ്ങൾ തീരുമാനിക്കു വരുണേട്ടാ, അതിനിനി സങ്കടപ്പെടുത്തണോ എന്ന്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിനെ വെറുതെ വിട്ടൂടെ. അവൾ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അവൾ മരണത്തിൻ്റെ രൂപത്തിൽ സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായി. അവിടെയും വിധി അവളെ തോൽപ്പിച്ചു. നിശ്ചലമായിരിക്കുന്ന വരുണിനെ ഒന്ന് നോക്കി പാത്തു പുറത്തേക്കിറങ്ങി. ഇത്രയെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കുന്നതിന് എന്തർത്ഥാണ്? പാത്തു പറഞ്ഞു നിർത്തി. ഇത്രയും നേരം പാത്തു പറഞ്ഞ കാര്യങ്ങൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ തൂണിലേക്ക് ചാരി ഒരു ഭ്രാന്തിയെ പോലെ കരഞ്ഞു. മാളു ഡാ, നിന്നോടൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ പാത്തു ഒന്ന് നിർത്തി. പാത്തു, വരുണേട്ടൻ്റെ സ്നേഹം അത് എനിക്ക് അർഹതയില്ലടാ. സ്വന്തം അച്ഛൻ്റെ മരണത്തിനു കാരണക്കാരനായ ആളുടെ മകളാണ് ഞാൻ. എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ ആ മനുഷ്യന് കഴിയില്ല. എന്നെ കാണുമ്പോൾ എത്രയായാലും ആ അച്ഛൻ്റെ മുഖം ആ മനസ്സിൽ തെളിയും. അറിയാതെയാണെങ്കിലും ഞാൻ മാത്രമാണ് ആ മരണത്തിന് ഉത്തരവാദി. നീ ഇനി കാണുമ്പോൾ പറയണം, മാളു വരുണിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന്. ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ അവളെ പിടിച്ചു കുലുക്കി. അത് പറഞ്ഞ് വീട്ടിലേക്ക് ഓടുമ്പോൾ എൻ്റെ കാലുകൾ നിലത്തുറക്കുന്നില്ലായിരുന്നു. ആരും കാണാതെ അടുക്കളയിൽ നിന്ന് മൂർച്ചയുള്ള കത്തി കയ്യിൽ കരുതുമ്പോൾ തന്നെ ഞാൻ മരിച്ചിരുന്നു. ബാത്റൂമിലെ വെള്ളം തുറന്നു വിട്ട് ബക്കറ്റിലേക്ക് കൈമുക്കി ആ വെള്ളത്തിലേക്ക് എൻ്റെ ജീവരക്തം ഒഴുകിയിറങ്ങുമ്പോഴും എൻ്റെ തോൽവിയുടെ അടയാളമായി മാറിയ ആ ചുവന്ന വെള്ളം. കണ്ണുകൾ അടഞ്ഞ് ബോധം മറയുമ്പോൾ 100 ആവർത്തി ഞാൻ മാപ്പ് പറഞ്ഞു എൻ്റെ വരുണേട്ടനോട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ വരുണേട്ടൻ്റെ പെണ്ണായി ജനിക്കണം എനിക്ക്. പതുക്കെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു.